തട്ടാക്കുട്ടി, തട്ടാക്കുട്ടി ഇത് എവിടെ പോയിട്ട് വരുന്നു? നന്നായിട്ട് പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചു. കൃഷ്ണൻകുട്ടിയെ കുളിപ്പിക്കുകയും ചെയ്തു. സൂക്ഷിക്കണം കേട്ടോ, ഈ ആനപ്പുറത്തുള്ള കളി അത്ര നല്ലതിനല്ല. കൃഷ്ണൻകുട്ടിക്ക് പാവം ഗോവിന്ദനേക്കാൾ ഇഷ്ടം എന്നോടായിരുന്നു. കുളൂസാന്നറിയാം, എന്നാലും കേൾക്കാൻ രസമുണ്ട്. ഇതാ പ്രസാദം. വിഷുണ്ടയമ്പലത്തിൽ പാടുള്ളൂ. എന്നും പ്രാർത്ഥിക്കാറുള്ളത് തന്നെ. ദേ അച്ചുതട്ടാൽ വരുന്നുണ്ട്. കല്യാണപ്പുഴയുടെ തിരക്കിലാ തെണ്ടി അടക്കുന്ന കഴിവറ മോൻ. ഓടാ വീട്ടിൽ പോടാ. നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ, മാനത്തെത്തുവതാരോ. നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ, മാനത്തെത്തുവതാരോ. അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വല. ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാൻ തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാണോ പറഞ്ഞിരിക്കുന്നത്? അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. എടാ എടാ, ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങനെ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ? നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് ഞാൻ തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. ഒന്നും കൂടെ തിരിഞ്ഞു. ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എത്ര? 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. എന്തൊക്കെ ആശാന്? ഓ, തട്ടാര് പണപ്പരവും കഴിഞ്ഞ് പോവുമല്ലേ? മടി നിറച്ച് പണമായിരിക്കും. കാണാനുള്ള പെമ്പിള്ളേരുള്ള വീട്ടില് തട്ടാര് പലിശക്ക് കൊടുക്കത്തുള്ളൂ. അത് ലോകം പറഞ്ഞ കാര്യമല്ലേ? തട്ടാര് പണം പലിശ കൊടുക്കുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശ്രീധരന്റെ മോക്ക് ഒരു കല്യാണാലോചന ഒത്തു വന്നതാ. തട്ടാരോട് അയാൾ പണം മേടിച്ചിട്ടുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞ്. എന്നിട്ട് ആ ചെറുക്കൻ പറയുക ആ പെണ്ണിനെ അവന് വേണ്ടാന്ന്. എവിടെ ഒരു പലിശയ്ക്ക് കൊടുപ്പ്. ശാന്തേ, ശാന്തേ, ശാന്തമ്മേ. എന്താ? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ള് ഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നത്. അപ്പോ വൈകുന്നേരം കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്ക് ഇതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. അങ്ങനെ പറ. അമ്മൂട്ടിയെ വരട്ടെ. ഇവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ. നടുവിളക്കരുത്.
അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങട് വാ വാ. ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല ചേട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് 1-2 ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ? ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് തയ്ക്കുന്നുണ്ട്, അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ஐயா கும்பிடுறேன் சாமி. இது யாரு? கருப்பையாவா? என்னம்மா சவுக்கின்றாரா? ஆமா சாமி. இது யாரு? நம்ம இளைய பொண்ணு காமாட்சி. அப்படியா? உனக்கு ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ കറിയാ. നീ വന്നില്ലല്ലോന്ന് ഞാൻ നിனைச்சிருக்காയിരുന്നു. വേറെ 3-4 പാർട്ടി ഇങ്ങ வந்து நான் யாருக்கும் கொடுத்தில்லை. ரொம்ப உபகாரம் சாமி. உனக்கு தெரியுமா, முட்டம் நிறைய பொண்ணு இருக்கு. 2 வருஷத்துக்கு முன்னால நீ மட்டும் இங்க வந்து பொண்ணு எடுத்தது. அதுக்கப்புறம் யாருக்கும் கொடுக்கலையா? பணம் எத்தனை சாமி? விலை என்ன? நீ ஒரு 1000 ரூபாய் போடும். 1000 ரூபாயா? என்ன சாமி இது? இந்த மண்ணை முழுசா அடிச்சா கூட 1/4 பவுனுக்கு மேல பொண்ணு கிடைக்காது. நான் ஒரு 250 ரூபாய் தர்றேன் சாமி. போயா, 250 ரூபாய். போய் வேலை பாரு. அப்படி எல்லாம் சொல்லாதீங்க சாமி. இந்த மாதிரி ஏதாவது கிடைச்சாதான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒண்ணு சொல்றேன், 500 ரூபாய் விடு. அது இவ்வளவு ஓர்த்துட்டா. இவ்வளவு கல்யாணம் பண்ணி ரட்சமாட்டேன் சாமி. நான் ஒரு 400 ரூபாய் தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்படி கூட கிடையாது சாமி. சரி சரி கொடு. இந்தாங்க சாமி. വേല ഉറങ്ങിക്കോ. എന്തിനാ പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയില്ല അച്ഛൻ മണ്ണടിച്ച് പൊന്നെടുത്തത്. ഒരു വീക്കിയാൻ പറ്റുന്നുണ്ടല്ലോ.
கருப்பையா எப்படி இருக்க அவ்வளவுதானே? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும், நன்னாய் பாருங்க. നീ എന്താ എന്നും ഇങ്ങനെ തന്നെ കഴിയാനാ ഉദ്ദേശം? നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, നീ മാത്രം. നീ എന്നാ വന്നത്? ഇന്നലെ. നിന്റെ കെട്ടിയവൻ ഇപ്പോഴും തുണിമില്ലി തന്നെ പണി. ആ, തങ്കപ്പേട്ട് നാളെ വൈകിട്ടേ എത്തൂ. ചേട്ടൻ നേരത്തെ വരാത്തതിന് ഞാനും കിടന്ന് തുടല് പൊട്ടിക്കുക. 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാം ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നാ മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി. 2 ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ? അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ? അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലേ നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് പൊക്കോളൂ, ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് അമ്പലം. പിന്നെ ആശാനെ അമ്മ ചേച്ചി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? പോണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഭാർഗവനെ, ഭാർഗവനില്ലേ ഇവിടെ? ഇല്ല, കടയിൽ പോയിരിക്കുക. കടയിൽ നിന്നാ വരുന്നത്, അവിടെ ഒന്നും കണ്ടില്ല. മുതലോ തരുന്നില്ല, 3-4 മാസമായി പലിശ നിന്നിട്ട്. ഇങ്ങനെ പോയാ എങ്ങനാ? അവൻ വരുമ്പോ പറഞ്ഞേര്. എന്താ ഇവിടെ കല്യാണം ഒന്നായില്ലേ? പലയിടത്തും പറയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. സ്വന്തം മകളുടെ കാര്യം നോക്കാതെയാ മറ്റുള്ളവരുടെ കാര്യം തിരക്കുന്നേ. കാശ് ചെലവാകുമെന്ന് കരുതിയാ ലീലയെ കെട്ടിച്ചയക്കാത്തെ. പാവം, അവൾക്ക് 18 വയസ്സായി. ഒന്നും കൊടുക്കാതെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുന്ന കരുതിയിരിക്കുക തട്ടാര്. ഈ കാലത്ത് നടക്കുവോ? എനിക്ക് അവളെ കാണുന്നത് ദേഷ്യ.